ഏത് പ്രായക്കാർക്കും ഇഷ്ടമാണെന്നാണ് ചോക്ലേറ്റ് ഡോണറ്റ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോക്ലേറ്റ് ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ചോക്ലേറ്റ് ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പാലിലേക്ക്, ചെറിയ ചൂടുപാലിലേക്ക് ഈസ്റ്റ് ഇട്ട് വെക്കാം. 2.25 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർക്കാം. ഇതൊരു 10 മിനിറ്റ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈസ്റ്റ് പൊങ്ങുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 2.25 കപ്പ് മൈദയാണ്. 250 ml കപ്പിലാണ് മെഷർ ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ, അരയല്ല ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ. പക്ഷേ 30 ഗ്രാം ബട്ടർ ഉണ്ടാവും. ഈ മിക്സ്ചർ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടറും മൈദയും ഷുഗറും സോൾട്ടും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് 2 മുട്ട ചേർക്കാനായിട്ടുണ്ട്. കുറച്ച് വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് പൊങ്ങാൻ വെച്ചേക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ്ചർ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഡയറക്റ്റ് മാവിൽ ചേർത്താലും മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോവാണ്. ഇതിലേക്ക് കുറച്ചും കൂടെ മൈദ ചേർക്കാം. കയ്യിലൊട്ടാത്ത ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്മൂത്ത് ഡോ ആയിട്ട് എടുത്തു. ഒത്തിരി സ്റ്റിക്കി ആണെങ്കിൽ എപ്പോഴും ഇച്ചിരി ടസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. പുറത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. ഇതൊരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം. നമ്മൾ 1 hour റെസ്റ്റ് ചെയ്തു. ഇനി അത് വീണ്ടും ഒന്ന് തുറക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇത് പഞ്ച് ചെയ്ത് അതിൻ്റെ എയറെല്ലാം കളയുക. നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ എന്നുള്ള 1.5 മണിക്കൂറൊക്കെ എടുക്കും. എപ്പോഴും ഡബിൾ സൈസ് ആകുന്നൊരു പരുവത്തിൽ എടുക്കുക. ഇത് പരത്തിയെടുക്കുക. ഡോണറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഈ സർഫസിൽ കുറച്ച് മൈദ, ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പരത്തിയെടുത്തു. നമുക്കിത് കട്ട് ചെയ്യാം. ഡോണറ്റ് കട്ടേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. ഡോണറ്റ് പരത്തിയിടാൻ ഉദ്ദേശിക്കുന്ന ട്രേയിൽ നന്നായിട്ട് മൈദ ഡസ്റ്റ് ചെയ്യുക. ഡോണറ്റ് കട്ടേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. ഡോണറ്റ് കട്ടർ വേണമെന്നില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ, 2 ചെറിയ അടപ്പ്, ഒരു ചെറിയൊരു അടപ്പും ഒരു വലിയൊരു അടപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വണ്ണം വേണം. ട്രേയിലേക്ക് വെക്കാം. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എപ്പോഴും വെക്കുമ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കുക.
നമ്മളിത് അരമണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കും. ഇത് വീണ്ടും ഇത് ഡബിൾ സൈസ് ആവും. ഈ ബാക്കിയുള്ള ഡോ വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ പരത്തി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും റിപ്പീറ്റ് ചെയ്യുക. ഡോണറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്തു. ഞാനൊരു മീഡിയം സൈസ് കട്ടറാണ് യൂസ് ചെയ്തത്. പല അളവിൽ നമുക്ക് ഡോണറ്റ് കട്ടേഴ്സ് കിട്ടും. ഈ ഒരു അളവിൽ എനിക്കൊരു 15 നമ്പറാണ് കിട്ടിയേക്കുന്നത്. ഇനി ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക. ഇതിനൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. നമ്മുടെ ഡോണറ്റ്സ് ഒരു അരമണിക്കൂർ പൊങ്ങാനായിട്ട് വെച്ചേക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഡോണറ്റ്സ് വിത്ത് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് നല്ലതാണ്, വിത്തൗട്ടും കുഴപ്പമില്ല. കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങോടുകൂടെ സെർവ് ചെയ്തതാണ്. ഒരു ബോളിലേക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 150 ഗ്രാം ചോക്ലേറ്റ് ആണ്. റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്. ഇതിലേക്ക് 75 ഗ്രാം ബട്ടറും കൂടെ ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് അല്ല, ചോക്ലേറ്റ്. ഒരു 65% ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കോമ്പൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താൽ മതിയാവും. പ്യുവർ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും ഒരു 75 ഗ്രാംസ് ഓഫ് ബട്ടർ ഈ അളവിന് വേണം. ഇത് രണ്ടും കൂടെ മൈക്രോവേവിൽ വെച്ച് ഒരു 30 സെക്കൻഡ് 30 തൊട്ട് 1 മിനിറ്റ് ഒക്കെ വരെ നന്നായിട്ട് മെൽറ്റ് ആകുന്ന വരെ മെൽറ്റ് ചെയ്തെടുക്കുക. ഞാൻ മൈക്രോവേവിൽ ഒരു 1 മിനിറ്റ് വെച്ചിട്ടുണ്ട്. വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തു. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തു. ചോക്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കുക. നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി മെൽറ്റാക്കി എടുക്കുക. എപ്പോഴും മൈക്രോവേവിൽ ചോക്ലേറ്റ് വെക്കുമ്പോൾ ഓവറായിട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും അര മിനിറ്റ് വെച്ച് 30 സെക്കൻഡ്സ് വെക്കുക. അതിന് ശേഷം ഇളക്കിയിട്ട് വേണം വീണ്ടും വെക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാണ്ട് ആക്കിയെടുക്കുക. മൈക്രോവേവ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് ഒരു പാത്രത്തിൽ ചോക്ലേറ്റും ബട്ടറും കൂടെ വെക്കുക. എന്നിട്ട് ചെറിയ ചൂടിൽ കിടന്ന് ഉരുക്കിയെടുത്താൽ മതി. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റും ബട്ടറും നല്ല സ്മൂത്ത് ടെക്സ്ചറായി. ഈ ഒരു ടെക്സ്ചർ നമുക്ക് വേണ്ടേ, ഒട്ടും കട്ടയില്ലാണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട്. കുഴിഞ്ഞ ചീനിച്ചട്ടി ഉപയോഗിക്കാം. ഇതാകുമ്പം കുറച്ച് കൂടുതൽ നമ്പർ ഒരേ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടിട്ട് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കവർ ചെയ്ത് തന്നെ വെക്കുക. പെട്ടെന്ന് അതിൻ്റെ ഔട്ടർ ക്രസ്റ്റ് ഡ്രൈ ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ആ നന്ന തുണിയുടെ അടിയിൽ തന്നെ വെക്കുക. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് റെഡിയാണ്. ഇവിടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനുള്ള ചോക്ലേറ്റ് സോസ് റെഡിയാണ്. ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ സ്പ്രിങ്ക്ലേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും
കൂടെ കളർഫുൾ ആക്കണമെങ്കിൽ മാത്രം ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് മാത്രമായിട്ട് മതി. ഞാൻ ഇതേപോലെ ഒരു ട്രെയിൽ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, മെസ്സാവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ പുറത്ത് ഗ്രില്ല് പോലത്തെ ഒരു റാക്ക് വെക്കുക. ഓരോ ഡോണറ്റും എടുത്ത് ഡിപ്പ് ചെയ്യുക. ഒരു 2/3 ഡിപ്പ് ചെയ്യുക. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എക്സസ് കളയുക. റാക്കിലേക്ക് വെക്കുക. ഇതേപോലെ ഓരോന്നും എടുത്ത് ചെയ്യുക. കുറച്ച് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് മിൽക്കോ വൈറ്റോ ഒക്കെ യൂസ് ചെയ്യാം. എക്സസ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കളയുക. അതിനുശേഷം ഡ്രിപ്പിംഗ് ട്രേയിലേക്ക് വെക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഡോണറ്റ്സിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തു. നമ്മൾ ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് ഇടാതാ ചെയ്തേ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമ്മൾ ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് ഇട്ടാണ് എടുക്കുന്നത്. ഇതും ഇതുപോലെ ഡിപ്പ് ചെയ്യുക. എപ്പോഴും ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഫ്രോസ്റ്റിംഗ് ഒത്തിരി തിക്കാൻ തോന്നുവാണെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് ഒക്കെ മൈക്രോവേവ് വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഈ ഷുഗർ സ്പ്രിംഗ്ലേഴ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് ഇവിടെ ചെയ്യുക. കുറച്ച് ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് ആണ്, അത് വേണേലും കൊടുക്കാം. എപ്പോഴും നമ്മൾ ഫുൾ ഡിപ്പ് ചെയ്യത്തില്ല, ഈ ഒരു ഭാഗം വരെയാണ് ഡിപ്പ് ചെയ്യുന്നത്. ഇതേപോലെ ബാക്കിയുള്ളതോടെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഈസി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് എളുപ്പത്തിലുണ്ടാക്കാം. നമ്മളെ റെസ്റ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ, അതല്ലാതെ നമുക്ക് പ്രോസസ്സ് എല്ലാം വളരെ എളുപ്പമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ്. ഇത് കണ്ട ഒരെണ്ണം ഞാൻ കാണിക്കാം, കട്ട് ചെയ്ത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ്, നല്ല എയറി ആയിട്ടുള്ള ഡോണറ്റ്. അപ്പോൾ ഈ ഒരു റെസിപ്പി, ഈസി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു ഒക്കേഷൻ വരുമ്പോൾ, കുട്ടികളുടെ ബർത്ത്ഡേയ്സ് വരുമ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.